എൻ്റെ പേര് ബിജോ വി കുര്യൻ. ഞാൻ ഉപ്പുതറ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ അമ്മയെടുത്ത ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ 2019 കട്ടപ്പന സെൻറ്റ് ജോൺസ് കോളേജിൽ ബി.ഫാം വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. +2 കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഒന്നെടുത്ത് പഠിക്കണം എന്നല്ലാതെ എന്തെടുത്ത് പഠിക്കണം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നറിയില്ലാതിരുന്നൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിനക്കോ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അന്നേരം ഞങ്ങൾ തിരഞ്ഞെടുത്ത് തരാം, ഞങ്ങളെയും കൂടെ നോക്കേണ്ടത് നീയാണ്. അപ്പോൾ ഈ കോഴ്സ് എടുത്ത് പഠിച്ചാൽ, ബി.ഫാം ഫാർമസി കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കെന്നും ജോലി കാര്യങ്ങളുണ്ടാവും, എന്നും ഒരു പ്രശ്നമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉപദേശത്തിൽ എന്നെ കോഴ്സിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ഈ കോഴ്സിൽ എന്താണ് പഠിക്കുന്നത് എന്ന് പോയിട്ട് ഈ കോഴ്സിൻ്റെ സ്പെല്ലിങ് പോലും എനിക്കറിയില്ലായിരുന്നു. ബി.ഫാം എന്ന് ആദ്യം പോയി എഴുതിയ നേരത്ത് BFARM എന്നെഴുതിയ ആളാണ് ഞാൻ. അവിടെ നിന്നാണ് ഞാൻ ഈ കോഴ്സിലേക്ക് കടന്നു വന്നേക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് 2019 ഞാൻ പോയി ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 2-ാം തീയതി അവിടെ ജോയിൻ ചെയ്തു 2019. ആ കോഴ്സിന് ജോയിൻ ചെയ്ത് ആദ്യത്തെ ഒരു സെമസ്റ്റർ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയി. എന്നാൽ ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ വിജയം കൃത്യമായിരുന്നു. എല്ലാ പരീക്ഷകളും കൃത്യമായി തന്നെ ജയിച്ചു. +2 വരെ എല്ലാ പരീക്ഷകളിലും ഞാൻ വളരെ കൃത്യമായി തന്നെ ജയിച്ച് തന്നെ വന്ന ആളാണ്. ഒരിടത്തും തോൽവി എന്തെന്നറിയാതെ തന്നെ എൻ്റെ മാതാവ് കടത്തി വിട്ടിരുന്നതാണ്. എന്നാൽ ഇവിടെ ഈ കോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഒരു സെമസ്റ്റർ വളരെ കൃത്യമായി പോയി. ഞാൻ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ പപ്പ വിദേശത്തേക്ക്, ഞാൻ 2-ൽ പഠിക്കുമ്പോൾ ദുബായിലേക്ക് പോയതാണ്. ആ സമയം മുതൽ എല്ലാ ദിവസവും തന്നെ എന്നെയും, എനിക്ക് ഒരു അനിയത്തി കുട്ടിയുണ്ട്, അപ്പോൾ പെങ്ങളെയും കൂടി വിശുദ്ധ കുർബാന വിടുന്നതിൽ അമ്മ മുടക്കം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് മുതൽ എല്ലാ ദിവസവും വീട്ടിലുള്ളപ്പോൾ, ഞാൻ സെൻറ്റ് ജോൺസിൽ ബി.ഫാം കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഹോസ്റ്റലിലാണ്. എന്നാൽ ഞാൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും എല്ലാ ദിവസങ്ങളിലും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാനും ഞങ്ങളെ അമ്മ ഒപ്പം കൂട്ടുമായിരുന്നു. അങ്ങനെ കോഴ്സിലേക്ക് കടന്നു. എന്നാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും 1-ാമത്തെ സെമസ്റ്റർ അവസാനിപ്പിച്ച് 2-ാം സെമസ്റ്ററിലേക്ക് ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും വീട്ടിലേക്ക് എല്ലാവരെയും തിരിച്ചു വിട്ടു. എന്നാൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളായി തുടങ്ങിയെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും 4 മാസം കൊണ്ട് തീരേണ്ട ഞങ്ങളുടെ 2-ാമത്തെ സെമസ്റ്റർ 9 മാസം വരെ നീണ്ടുപോയി. ഇത് കൊറോണ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് തന്നെങ്കിലും ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള കോഴ്സുകൾ, അതായത് എൻജിനീയറിങ്, നഴ്സിംഗ് വരെയുള്ള കോഴ്സുകൾ പോലും 4 വർഷം ഞങ്ങൾ പഠിക്കുമ്പോൾ സെമസ്റ്റർ ബേസിൽ തന്നെ പഠിക്കുന്നു. എന്നാൽ ആ ഒരു സെമസ്റ്ററിന് റിലാക്സേഷൻ കൊടുത്ത് കയറ്റി വിട്ടപ്പോഴേക്കും ഞങ്ങൾക്ക് മുഴുവനായും എക്സാംസ് എഴുതി ക്ലിയർ ആവാതെ കയറി പോകാൻ പറ്റില്ല എന്നൊരു നിബന്ധന തന്നെ വന്നു ഫാർമസി കൗൺസിലിൽ നിന്ന്. അന്നേരം ഈ എക്സാം എഴുതാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങൾ എക്സാം എഴുതാനായിട്ട് തന്നെ ഒരുങ്ങി. 2-ാമത്തെ സെമസ്റ്റർ എക്സാമിന് ഇരുന്നപ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ തന്നെ കണ്ടു. എന്നാൽ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാകുമ്പോഴേക്കും ലിബറലാകും, ആൻസർ ഷീറ്റ് വാല്യുവേഷനിൽ ലിബറാലിറ്റി കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളൊരു പരീക്ഷ എഴുതി. എന്നാൽ റിസൾട്ട് വന്നപ്പോഴേക്കും അതുവരെ കാണാത്ത തോൽവി ഞങ്ങൾ തോൽക്കാൻ തുടങ്ങി. ക്ലാസ്സിൽ 10-ാം സ്ഥാനത്തിൽ ഒരാളായിരുന്ന ആൾ പോലും തോൽവി കണ്ടു. അത് വല്ലാത്തൊരടിയായിപ്പോയി. ഞങ്ങളെല്ലാവരും തന്നെ നല്ലപോലെ വിഷമിച്ചു. ദൈവമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പോലും പലയിടത്തും ഉയരുന്നൊരു സമയമായിരുന്നു. അതുപോലെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരുന്നു. ആ സമയത്തും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതും മാതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും എനിക്കെന്നും ഒരു തുണയും സങ്കേതമായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ പോലും തള്ളി പറഞ്ഞപ്പോഴും ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥനയിൽ മാതാവിനോടും ഈശോയോടുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് രക്ഷപ്പെടണം, ഇതിനകത്ത് വന്ന് ചേർന്നു. എന്നാൽ കൂട്ടുകാർ പലരും ഈ കോഴ്സ് വിട്ടു പോകുന്നത് കണ്ടപ്പോഴും സർട്ടിഫിക്കറ്റ് വിട്ടു നൽകില്ല എന്ന് തന്നെ പറഞ്ഞ് മാനേജ്മെൻറ്റ് ഞങ്ങളെ അവിടെ പിടിച്ചു നിർത്തി. മറ്റൊരാളുടെ അവസരമാണ് നിങ്ങൾ അപഹരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വിട്ടു നൽകണമെങ്കിൽ 1 വർഷത്തെ കോളേജിലെ കോഴ്സ് ഫീസ് മുഴുവനായും കെട്ടാതെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് തന്നു വിടില്ല, നിങ്ങളിവിടെ തുടരണം എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ എന്താണെങ്കിലും ഇതിനകത്ത് പെട്ടു. അതുകൊണ്ട് തന്നെ എഴുതി കയറി പോവുക എന്നുള്ളൊരു നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. എഴുതുന്ന പരീക്ഷകളിൽ, പിന്നീട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ പരീക്ഷകളിൽ പോലും 30-ൽ 15 മാർക്ക്, ഏതൊരു പരീക്ഷ എഴുതിയാലും 50% മാർക്ക് കൃത്യമായി കിട്ടേണ്ടിടത്ത് 30-ൽ 15 മേടിക്കേണ്ട ഞാൻ എങ്ങനെ പരീക്ഷ എഴുതിയാലും 9 മാർക്കിന് മുകളിലേക്ക് എനിക്ക് മാർക്ക് കയറില്ലായിരുന്നു. ഞാൻ എങ്ങനെ എഴുതിയാലും എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ എന്തൊക്കെ കാണിച്ചാലും നടക്കില്ല. അതിനിപ്പോൾ കോപ്പി അടിക്കാമെന്ന് വെച്ചാൽ പോലും നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പോയിരുന്നത്. അപ്പം
അമ്മയോട് ഞാനിത് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് പറഞ്ഞു. എല്ലാവരും തന്നെ കോഴ്സ് കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെ ബുദ്ധിമുട്ട് പറയുന്നതുകൊണ്ട് കഷ്ടപ്പാടിൻ്റെ പേര് നിൽക്കുന്ന കൂട്ടുകാരും ഉണ്ട്, ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ കുടുങ്ങിയേക്കുവാണ്, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ കോഴ്സിൽ ഇങ്ങനെ തോൽവി കണ്ടപ്പോഴേക്കും ഡിപ്രഷനിലേക്ക് പോയ കൂട്ടുകാർ പോലും എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ മുറിയിൽ താമസിച്ചിരുന്ന എൻ്റെ കൂട്ടുകാർ പോലും ഡിപ്രഷനിലേക്ക് പോലും പോയവരുണ്ട്. അത്രയും ബുദ്ധിമുട്ടിലും മാതാവ് എന്നെ ഇതുവരെ മാനസികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ പിടിച്ചു നിർത്തി. അതേസമയം തന്നെ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഓർമ്മശക്തിക്ക് പ്രശ്നമുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം പറയുമ്പോഴേക്കും എല്ലാവരും ഓർക്കും ഇവനത് എന്തെങ്കിലും ഒരു ഇതിൽ അബദ്ധത്തിൽ പറയുന്നതാണ്. എന്നാൽ ഒരു ചെറിയ കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ പോലും ഞാൻ ചില്ലറ സമയം കൊണ്ട് തന്നെ ആ കാര്യം മറന്നു പോകും. ഒരു വഴിക്ക് പോകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കട കടന്നു കഴിഞ്ഞാലും ഞാൻ ആ കാര്യം ഓർക്കത്തില്ല. നിന്നോട് ഇപ്പോൾ അല്ലേ പറഞ്ഞു വെച്ചതെന്ന് ചോദിക്കും. ഞാനപ്പോൾ പറയും ഞാനത് മറന്നുപോയെന്ന്. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെയുള്ള ഞാനാണ് ഇത്രയും വിഷയം ബിഫാം എന്നൊരു കോഴ്സ് ഇന്ത്യയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പ് ഒരു ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 5ാം സ്ഥാനത്തിനകത്ത് തന്നെ ഇന്ത്യ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 5 കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്ഥാനം പിടിക്കുന്ന കോഴ്സാണ് ബിഫാം കോഴ്സ്. അങ്ങനെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ മറ്റുള്ള എക്സാമുകളിലേക്ക് പോകുന്ന സമയത്ത് അമ്മ ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ ഈ നിയോഗം ചേർക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എടാ കുഞ്ഞെ, നിനക്കിത് കിട്ടും, നിനക്കിത് കിട്ടി, നീ ഇത് വന്ന് ഇവിടെ സാക്ഷ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നോയിക്കോ എന്ന് എന്നെ ചലഞ്ച് ചെയ്തു. ആ സമയം കൂട്ടുകാരെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഭിന്നിപ്പുകളൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ അതിൽ അത്രയ്ക്കങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥന കാര്യങ്ങളൊന്നും വിട്ടുവീഴ്ചയില്ലായിരുന്നു. ഞാനത് കൂടിക്കൊടുത്തു. എന്നാൽ പരീക്ഷ എഴുതാൻ പോകുമ്പോഴേക്കും കാശുരൂപം, അതായത് ഉടമ്പടി കാശുരൂപം അമ്മയുടേത് എൻ്റെ കയ്യിൽ തന്ന് ഏൽപ്പിച്ച് വിടുമായിരുന്നു. ഞാനത് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ കൊണ്ടുപോയി. എന്നാൽ എക്സാം ഹാളിൽ കയറുമ്പോഴേക്കും ആ സമയത്ത് കീം എക്സാമിലും നീറ്റ് എക്സാമിലും ഒക്കെ പല കൃത്രിമ പ്രവർത്തനങ്ങൾ നടന്നു എന്ന് പറഞ്ഞ് മോതിരമോ വാച്ചോ പോലും ഇതിനകത്ത് കയറ്റാൻ സമ്മതിക്കില്ല, എക്സാം ഹാളിൽ കയറ്റാൻ സമ്മതിക്കില്ല. എന്നാൽ ഞാൻ പല രീതിയിൽ ഒളിപ്പിച്ച് ഞാൻ ഈ കാശുരൂപവും അതുപോലെ എണ്ണയും ഉപ്പ് വരെ കൊണ്ടുപോകുമായിരുന്നു. ഉപ്പ് ഒരു കുഞ്ഞ പേപ്പറിലാക്കി പൊതിഞ്ഞ് കൊണ്ടുപോകും. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ചവിട്ട് കയറാൻ ഉറപ്പുള്ളൊരിടത്ത് നീ ഇത് സാധനം വെച്ചിരിക്കണം, അത് കഴിഞ്ഞ് നീ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ഈ തൈലം നിൻ്റെ ബുക്ക്ലെറ്റിൽ കുരിശായിട്ട് വരയ്ക്കുക, വിശ്വാസപ്രമാണം ചൊല്ലി തന്നെ വരച്ചു പോയിരിക്കണം. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പും പരീക്ഷയ്ക്ക് ശേഷവും നീ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ സമർപ്പിച്ചിട്ട് വേണം പരീക്ഷ പേപ്പർ വിടാൻ എന്ന് തന്നെ പറഞ്ഞു വിട്ടു. അതേസമയം തന്നെ ഞങ്ങളുടെ ഈ പരീക്ഷ പേപ്പറിൽ എൻ്റെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ വൈറ്റ്നർ ഉപയോഗിച്ച് കറക്ഷൻ നടത്തി എന്ന് പറഞ്ഞ് ആ ആളുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തുവരെ ചരിത്രമുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഈ കുരിശ് വരയ്ക്കുമ്പോൾ ഈ തൈലം അതവിടെ ഒരു കറ പോലെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് വരെ എൻ്റെ പേപ്പറിന് ആരും തന്നെ വിലക്ക് വെച്ചിട്ടില്ല. ഞാൻ ആ പേപ്പറുകളെല്ലാം എഴുതി കടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതി ഞാൻ ഓരോ തവണ പേപ്പർ വിടും, പരീക്ഷ എഴുതും, ഞാൻ കയറ്റി വിടും. ഇതെന്നാൽ ഇടയ്ക്കൊക്കെ തോൽവികൾ വീണ്ടും വീണ്ടും സംഭവിക്കും. കാരണം ഞാൻ പറഞ്ഞു ചില്ലറ കോഴ്സല്ല, ഇതെടുത്ത് പഠിക്കുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മശക്തി എൻ്റെതായ പോരായ്മകളെല്ലാം ഉണ്ട്. എന്നാൽ എൻ്റെ താൻ പാതി ദൈവം പാതി എന്നുള്ളതിൽ എൻ്റെ എഫോർട്ട് മുഴുവൻ ഞാനും ബാക്കി ദൈവത്തിൻ്റെ എഫോർട്ട് മുഴുവൻ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിയ ഓരോ പരീക്ഷകളിലും ഞാൻ തോൽവി കണ്ടിട്ടുണ്ടെങ്കിലും അതിന് ഒരു സപ്ലി പരീക്ഷ ഉണ്ടെങ്കിലും അത് എഴുതിയെടുക്കുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ശതമാനം വിജയമുണ്ടായിരുന്നു. അങ്ങനെ 4 വർഷമുള്ള എൻ്റെ കോഴ്സ് കൊറോണ ബാച്ച് ആയത് മൂലം 5 വർഷമായിട്ട് നീണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ ഒപ്പം നല്ലപോലെ പഠിക്കുന്ന കൂട്ടുകാർ അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ ഫുൾ പാസ്സായിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ ഇതിനകത്ത് പെട്ട് കിടക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാവരുതേ മാതാവെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ കോഴ്സിലേക്ക് കടന്നു വന്നു. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ് ഓഗസ്റ്റ് 2, 2019 ഞാൻ ജോയിൻ ചെയ്ത കോഴ്സ് ഓഗസ്റ്റ് 13, 2024 5 വർഷവും 11 ദിവസവും കഴിഞ്ഞാണ് ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതേസമയം ആ സമയത്ത് എൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ മാസം 8-ാം തീയതി ആയിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ എല്ലാ വിഷയങ്ങൾക്കും ഉള്ളതായിട്ട് അറിയിച്ചു. നാളെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് ഗ്രാജുവേഷനും അതുപോലെ തന്നെ അടുത്ത ചൊവ്വാഴ്ചയായിട്ട് ഞങ്ങൾ ഫാർമസി ഭവൻ തിരുവനന്തപുരത്ത് പോയിട്ട് എൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് നേരിട്ട് ഞാൻ പോയി മേടിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു വലിയ സാക്ഷ്യമായിട്ട് ഞാനിവിടെ അറിയിക്കുകയാണ്. മാതാവിന് നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് 1000 നന്ദി പറയാം. വലിയൊരു സാക്ഷ്യമാണ് ബിജോയുടെ പറഞ്ഞത്. ബിജോ വളരെ സ്മാർട്ടായിട്ടാണ് സാക്ഷ്യം പറഞ്ഞല്ലേ, ഒരു തടസ്സം പോലും ഇല്ലാതെ ഇങ്ങനെ ഫ്ലോയിൽ വളരെ സ്മാർട്ടായിട്ട് പറഞ്ഞു. എന്നിട്ട് ബിജോ പറയുകയാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് ഓർമ്മക്കുറവുണ്ട്, പക്ഷെ അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്, ചെറിയ കാര്യം പോലും നിസ്സാര സമയം കൊണ്ട് മറന്നു പോകുന്നതാണ്. പക്ഷേ
ഒരു സ്മാർട്ട്നെസ്സിൻ്റെ ഒരു കുറവും ഈ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ കാണുന്നില്ല. എന്നിട്ട് ബിജോ പറഞ്ഞ ഈ ഒരു സാക്ഷ്യത്തിൽ മുഴുവൻ നിൽക്കുന്നത് എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇത് കർത്താവിൻ്റെ കൃപയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പരിശുദ്ധ അമ്മയുടെ ഒരു കൃപയുണ്ട്. അതായത് ഇല്ലാത്ത ഒരു കാര്യത്തിനെ പരിശുദ്ധ അമ്മ കൊണ്ടേ കൊടുക്കുകയാണ്. അതായത് സ്മാർട്ട്നെസ് കണ്ട ഇത് അമ്മ കൊടുക്കുന്നതാണ്. അമ്മയുടെ സ്പിരിറ്റും അങ്ങനെയുള്ളൊരു സ്പിരിറ്റാണ്. എല്ലാ കാര്യങ്ങളും അമ്മ സ്മാർട്ടാണ്. പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും അമ്മ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെടുന്ന അത്രയും വേഗത്തിലാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ബിജോ പറയുകയായിരുന്നു, ഇന്ത്യയിൽ വെച്ച് തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ എല്ലാ കോഴ്സുകളും എടുത്ത് നോക്കിയാൽ ഒരു 5 കോഴ്സുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സായിട്ട് നിൽക്കുന്നതാണ് ബി.ഫാം. ബിജോ എഴുതാൻ പോകുമ്പോഴും ബിജോ പറയുന്നത് ബി.ഫാമിൻ്റെ സ്മെല്ലിങ് പോലും എനിക്കറിയാൻ പാടില്ല, BFARM എന്ന് എഴുതിക്കൊണ്ട് പോയ ഒരാളാണ് ഞാൻ. എന്നിട്ട് പറയുകയാണ്, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കുർബാന മുടക്കിയിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ പ്രാർത്ഥനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബിജോയുടെ ഒരു സാക്ഷ്യത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അമ്മയുടെ വലിയൊരു വിശ്വാസം ഇതിൻ്റെ അകത്തുണ്ട്. ഈ അമ്മയാണ് പലപ്പോഴും മകനെ ദൈവവിശ്വാസത്തിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴും അത് പാലിക്കുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കൂടെയായിരിക്കുന്നവർ കൂടെ ദൈവത്തിലേക്ക് വരണം. ഉടമ്പടി എടുക്കുന്നവരുടെ കുടുംബം കൂടെ ദൈവത്തിലേക്ക് വരണം, പരിശുദ്ധ അമ്മ വഴി. അത്തരത്തിൽ ഏത് കാര്യത്തിലും ദൈവികപരമായ കാര്യത്തിൽ എന്തിനു പോകണമെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും ദൈവം കൂടെയുണ്ട്, പരിശുദ്ധമ്മ കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയെന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ഉടമ്പടി എടുക്കുന്നവർക്കും അവരുടെ കുടുംബത്തിലുള്ളവർക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഈ മകനും ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.